ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം താരമെത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ചുമയും ഒരു സൗണ്ടൊക്കെ ചിലപ്പോൾ വരുവേ. ഇവിടെ ഒരാളിരുന്ന് ഞാൻ ഡിറ്റേഷനല്ല ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കൊടുത്തായിരുന്നു. അത് തെറ്റി, അത് നോക്കി ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇരുന്ന് ചെയ്യുകയെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻസൊക്കെ ഇട്ടു. പുതിയതായിട്ട് എൻ്റെ പഴയ ചില സബ്സ്ക്രൈബേഴ്സ് എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരൊക്കെ ഇടയ്ക്ക് അവരെ കാണാതില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ അവരെയൊക്കെ കണ്ടു. സന്തോഷം. വീണ്ടും നിങ്ങളുടെ കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പച്ചനെ ഇൻക്ലൂഡ് ചെയ്യണേ. കഴിവതും ഞാൻ ട്രൈ ചെയ്യാം. നമ്മളിൽ ചില സമയത്ത് അവിടെ കിടക്കുമായിരിക്കും. ബൈ ചാൻസ് ഞാൻ എൻ്റെ വേറെ ജോലികൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ മറന്നു പോവും. അപ്പം ആ സൗകര്യം പോലെ ഞാൻ കാണിക്കാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊരു കുഞ്ഞു വീഡിയോയാ. അപ്പോൾ ചിലർക്ക് കുക്കിംഗ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു, ചിലർ പറയും വന്നിരുന്ന് തള്ളുന്നു. അതൊരു തള്ളിനെന്തോ പറയുമോ, ചാട്ടമെന്ന് പറയുമോ? പ്രൈസാൻ പ്രത്യേകം കാണിക്കാതെ ഞാൻ ഈ സംസാരിക്കുന്നതിന് പറയുന്നത് വന്നിരുന്ന് തള്ളാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ തള്ളുന്നതിനെന്തോ പറയും, ചാടുന്നെന്ന് പറയുമോ? പറയാനുള്ളത് പറയാനോ താല്പര്യം ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോയി. അതെല്ലാം പറയാനൊക്കത്തുള്ളൂ. പിന്നീടും ഒന്നുമില്ല. മഴയെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ രാവിലെ ഇവർക്ക് പൊറോട്ട ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ബാക്കി പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു. അത് ഇങ്ങനെ സ്റ്റീം കയറ്റി കൊടുത്തു. ഞാൻ ഇഡലിയാണ് അടുത്ത് കഴിക്കുന്നത്. ഇഡലിയും ചട്നിയും കൂടെ. ഞാൻ കുറച്ച് ചട്നി ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി കുറച്ച് എടുത്തതേ ഉള്ളൂ. എന്നോട് പലരും പറഞ്ഞു ഫ്രീസറിൽ എടുത്ത് വെക്കാമായിരുന്നു പൊറോട്ട, അതുപോലെ 2 എന്താ ചേച്ചിക്ക് എടുത്ത് വെക്കാൻ പിന്നെ കഴിക്കാമായിരുന്നല്ലോ എന്ന്. ഞാൻ പക്ഷേ അത്രയും അങ്ങോട്ട് ചിന്തിച്ചില്ല. ഞാനങ്ങ് ഇനി ഇത്രയും ഇങ്ങനെ വെക്കാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞ് ഫ്രീസറിൽ വെക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാനങ്ങ് പിള്ളേർക്ക് രാവിലെ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ഒഴിച്ച് ബാക്കിയല്ല. ഞാൻ പറഞ്ഞില്ല പൊറോട്ട എനിക്ക് കഴിക്കാം. അപ്പോൾ എനിക്കൊരു കമൻസ് വന്നു, എന്തോ അത്തിപ്പഴം പഴുത്തുണ്ടെങ്കിൽ കാക്കയുടെ വായിൽ പുണ്ണെന്ന് പറഞ്ഞതുപോലെ അതേ അവസ്ഥയായിപ്പോയി എൻ്റെ. പ്രൈസൻ ഇന്ന് ക്യാൻറ്റീൻ ഡേ ആയിരുന്നു. ക്യാൻറ്റീൻ ഡേ ആണെങ്കിൽ ഇവർക്ക് ജങ്ക് ഫുഡും കൊണ്ടുപോകാം. അപ്പോൾ ഇവൻ പറഞ്ഞു അവന് തരാൻ പറഞ്ഞു, അലുവായും കേക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അലുവ ഇങ്ങനെ കുഞ്ഞു പീസാക്കി കൊടുത്ത് 2 പാത്രത്തിലിട്ടാണ് കൊടുത്തത്. കാരണം പിള്ളേർക്ക് വേറെ അടുത്തിരിക്കുന്ന കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മുറിക്കാൻ കാര്യം, ഇത് കുറച്ച് ഇന്നലെ മുറിച്ച് സ്പോഞ്ച് കേൾക്കാം. നല്ല സ്പോഞ്ചി എന്ന് വെച്ചാൽ സ്പോഞ്ചി ഇച്ചിരി ചണുങ്ങിയല്ലേ, ആ ചണുങ്ങിയിടം വെച്ച് ഞാനൊന്ന് കണ്ടിച്ചതാണ്. എന്നിട്ട് ഇതും കുറച്ചവന് ഇങ്ങനെ പീസാക്കി കൊടുത്ത്. പക്ഷേ ഞാൻ ചോദിച്ചു പിള്ളേരെ എടുത്തോന്ന് ചോദിച്ചോണ്ടെങ്കിൽ 1-2 പേരെ എടുത്തുള്ളൂ. ബാക്കിയുള്ളവരിൽ ഇന്ന് ക്യാൻറ്റീൻ ഡേ ആയതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി കഴിച്ച. അന്നേരം പിള്ളേരങ്ങനെ അധികം ഇല്ലായിരുന്നു. ഇവൻ കഴിച്ച സമയത്ത് അവരിങ്ങനെ ക്യാൻറ്റീനിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തു വന്നേലും ഇത് 2 കൂടെ അവന് ടിഫിനിൽ കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ ബാക്കി ഇന്നലെ കഴിക്കാൻ എടുത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കി ഞാനങ്ങ് പീസാക്കി ഒരു ഡബ്ബയിലാക്കി വെക്കാൻ പോവാം. അപ്പോൾ അവനെ പ്രൈസിന് ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ മതി. അപ്പം ഹോളിൽ അവിടെ ഇരുന്ന് അത് ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്തെ ഡാഡി ഇരുന്ന് ന്യൂസ് കേൾക്കുന്നുണ്ട്. ഈ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ന്യൂസൊക്കെ കേട്ടിട്ട് വീണ്ടും ഡാഡി കിടക്കും. കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ട് വീണ്ടും ഇത് തന്നെ, അല്ലാതെ എന്ത് ചെയ്യേണ്ടിയത്. അപ്പോൾ പോൾ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അവന് 11:30 ആകുമ്പം അവന് കോളേജുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവനെ വിടാൻ പോകേണ്ടി വരും പ്രൈസനെ. അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ അവൻ കൊണ്ടുവിട്ടേനായിരുന്നു. അപ്പോൾ അവന് 11:30 കോളേജിലെത്തണം. ഇവൻ്റെ ബസ് ആ സമയത്തേ വരത്തുള്ളൂ. പിന്നെ നമ്മൾ പോകേണ്ടി വന്നു. പിന്നെ അരിയൊക്കെ കഴുകി അടപ്പത്തിടാനുണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ടെന്നാലും അരി കഴുകി അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൂരി ഉണ്ടാക്കിയതെന്ന് എൻ്റെ 2 സബ്സ്ക്രൈബർക്കും അന്ന് പൂരിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കറി ഇല്ലേലും ചൂടോടെ
പൂരി കഴിക്കാൻ ഇഷ്ടമാണ്, ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒന്ന്. അപ്പോൾ അതുപോലെ റിൻറ്റുവിനും അതുപോലെ ചെയ്യുന്ന ഇഷ്ടമെന്ന് പറഞ്ഞ്. പിന്നെ ഓമനാൻറ്റി പറഞ്ഞായിരുന്നു ആൻറ്റിക്കും കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തൈരോ പിന്നെ ഈ സീസണിൽ മാങ്ങയൊക്കെ വരത്തില്ലേ, അങ്ങനെ മാങ്ങയൊക്കെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചപ്പാത്തി മാങ്ങ കൂട്ടി കഴിച്ചിട്ടുണ്ട്, പൂരി ഇതുവരെ മാങ്ങ കൂട്ടി കഴിച്ചിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ റേച്ചാനൊക്കെ ഈ ഞങ്ങൾ മാങ്ങയുടെ ആ സീസൺ സമയത്ത് പൾപ്പ് വാങ്ങിക്കത്തില്ലായിരുന്നോ, ആ പൾപ്പ് കൂട്ടി ചപ്പാത്തി കഴിക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുമ്പിട്ട് അവർ ഇങ്ങനെ ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞു. കൂട്ടാനൊന്നും വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പൾപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചപ്പാത്തി കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിലും ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ പൾപ്പ് കൂട്ടിയില്ല, ഞാൻ മാങ്ങ ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. പുട്ടാണേലും ഈ ചപ്പാത്തി ആണേലും കഴിക്കും. ഇപ്പോൾ എൻ്റെ ഈ വലിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അത് ഉണങ്ങാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ എനിക്ക് ബാൽക്കണിയിലോട്ട് കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ഇപ്പം ബാൽക്കണി കൊണ്ട് വെച്ചാലും ഈ മഴവെള്ളം വീഴും, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഉണങ്ങുന്നില്ല. അതുകൊണ്ട് വലിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവെക്കുമ്പം അത് ഉണങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അരി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ തുണി അങ്ങ് ഇടാമെന്ന് വെച്ച്. മഴയാന്നേലും വെയിലാന്നേലും തുണി കഴുകാനുള്ളത് കഴിയാലേ ഒക്കത്തുള്ളൂ. അപ്പോൾ അന്ന് പോൾമോൻ ഇട്ട ഷർട്ട് റയിച്ചാൻ ഇടുക. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു മോൻ എന്തോ പറഞ്ഞെന്നുള്ളത്. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അവനല്ലേലും ഷർട്ട് ഇടുന്നതിനോട് താല്പര്യമില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് അത് അവർക്ക് ആവശ്യമാണെന്നുള്ള രീതിയിൽ അവൻ കൂടുതലും ടീഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ 3 ഷർട്ടൊന്നും വാങ്ങിച്ചായിരുന്നല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാൻ പറഞ്ഞ്. അവന് താല്പര്യമുള്ളപ്പോൾ ഇടട്ടെ. അപ്പോൾ പിന്നെ ഇന്ന് കറി വെക്കുന്നത് ഇരുമ്പമ്പുളി ഞാനന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഉണങ്ങിയതല്ല, പച്ച ഇങ്ങനെ അരിഞ്ഞ് അതുപോലെ സിപ്പിളോ കവറിലാക്കി ഫ്രീസറിൽ വെച്ചു. അതിപ്പോൾ ഞാനൊന്ന് വെള്ളത്തിലെടുത്തിട്ടിട്ട്, വെള്ളത്തിലിടുമ്പോൾ അത് ഇങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ പ്രയോജനമാണ്, നമുക്കത് നല്ലതായിട്ട് തോന്നും. പക്ഷേ ഞാൻ ഇന്നാലും പറഞ്ഞ പോലെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിനോട് അത്ര ഒരു ഫ്രഷിൻ്റേതായ ഇതെനിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്കൊന്നും തോന്നിയില്ല. അവർക്കിങ്ങനെ ഫ്രഷായിട്ടുള്ള ടേസ്റ്റൊക്കെ വേണമല്ലേ. അപ്പം ഞാനിത് എന്തുവന്നേലും എടുത്ത് ഒന്ന് കറി വയ്ക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോഴത്തേനൊക്കെ തുണിയൊക്കെ ആയി. പിന്നെ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ ഈ കർട്ടൻ്റെ ആ കമ്പയിൽ ഇടും. അന്നേരം ഫാനിൻ്റെ ഇതുകൊണ്ട് ആങ്കറെ തൂക്കിയിടുന്നത് കൊണ്ട് അതങ്ങ് ഉണങ്ങും. അപ്പോൾ മെഴുക്കുവരട്ടി വെക്കാൻ കോവയ്ക്കയും ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ അങ്ങ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ബീട്രൂട്ട് കൂടെ അതിൽ മിക്സ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കോവയ്ക്ക് ഈ മെഴുക്കുവരട്ടിയും കൂടെ ഒന്ന് വെച്ചാൽ മതി എനിക്ക്. അപ്പോൾ തുണികളെല്ലാം കഴിഞ്ഞ് വീണ്ടും തുണികൾ എനിക്കുണ്ടായിരുന്നു. ഷീറ്റൊക്കെ ഇന്നലെ മാറ്റിയതായതുകൊണ്ട് ഷീറ്റും പിന്നെ വീണ്ടും ഇത്രയും തുണി, ഇത് ഇനി നാളെ കുറച്ചുകൂടെ തുണികൾ വന്നിട്ട് നാളെ കഴുകാമെന്ന് വെച്ച്. ഇരുമ്പമ്പുളി ഞാൻ അടപ്പത്ത് വെച്ചിട്ടായിരുന്നു തുണിയൊക്കെ വിരിക്കാൻ പോയത്. അപ്പം പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പുളി ഇതിൻ്റെ അകത്ത് ഇട്ടിങ്ങനെ വേവിച്ചിട്ട് ഞാൻ മാത്രമേ എടുത്ത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി കുറച്ച് ഞാൻ എടുത്ത് ഇന്നാളി മീൻകറി വെക്കാൻ നേരം തേങ്ങയ്ക്കകത്തിട്ട് അരച്ചതുപോലെ കുറച്ച് നേരം കുറേയും കൂടെ നല്ല പുളി കിട്ടുമല്ലേ. അപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇതിൽ നിന്ന് കുറച്ച് ഇരുമ്പമ്പുളി, ഇതെല്ലാം കൂടെ അരപ്പ് ചേർത്തിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് അത് തിളയ്ക്കണ്ട, ഇത്തിരി ഒന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പുക പോലെ വരട്ടെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നെ ഒത്തിരി അങ്ങ് ഞാൻ ലൂസാക്കിയില്ല, ഇത്തിരി തണുക്കുമ്പോൾ കുറേയും കൂടെ ഒന്ന് കുറുകിക്കോളും. അപ്പോൾ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ഇപ്പം ഇങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ പുക പോലെ വരുന്നുണ്ട്. പിന്നെ ഞാൻ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് പിന്നെ ഡേറ്റ്സ് അച്ചാറിടണമായിരുന്നു. ഈന്തപ്പഴം മാത്രം മതി. ഈന്തപ്പഴവും നാരങ്ങയും കൂടി ഇടും. ഇതിപ്പോൾ അങ്ങനല്ല, ഈന്തപ്പഴം മാത്രം. അപ്പോൾ അതൊരു കിലോ വേണമായിരുന്നു ഒരാൾക്ക് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ 1 കിലോ മാത്രമേ ഇട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ ഈന്തപ്പഴം പിന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടനെ കഴിക്കാൻ തോന്നത്തില്ലല്ലേ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഈ ഈന്തപ്പഴമൊക്കെ എടുത്ത് അരിഞ്ഞ് അതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന്. ഈന്തപ്പഴത്തിൻ്റെയും വില കൂടി, എന്തോ ചെയ്യാനാന്ന് പറയും. എന്തിൻ്റെയും വിലയെന്ന് വെച്ചാൽ എന്തിൻ്റെയും വിലയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുതലായില്ലെങ്കിൽ എന്തോ ചെയ്യുമെന്നാ അത്. നമ്മളിപ്പോൾ വില കൂടിയെന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു അയ്യോ ഇവർ വില കൂട്ടിയല്ലോ എന്തോ ഇതെന്ന് ചിന്തിക്കും. കാരണം നമ്മുടെ ചിലവും എല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ബില്ലിടുന്നത്. കൂടുതൽ കൊള്ളലാഭമൊന്നും നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ കേൾക്കുന്നവർക്കത് വലിയ ഇതായിട്ട് തോന്നും. പക്ഷേ എല്ലാത്തിനും വില കൂടിയാൽ നമ്മളെന്തോ ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഞാനെല്ലാം അരിഞ്ഞ് അങ്ങനെ വെച്ചിട്ട് പിന്നെ ചോറ് കഴിക്കാനായിട്ടെടുത്തു. ഇത്തിരി ചോറും ഇരുമ്പമ്പുളി കറിയും കുറച്ച് തീയലുണ്ടായിരുന്നു, ചേനത്തീയൽ. അത് അന്ന് ആദ്യം ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ രണ്ടാമത് കൊടുത്തുണ്ടെങ്കിൽ പോളിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും കുറച്ച് ചമ്മന്തി ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചമ്മന്തിയും കൂടെ.
അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ കോവയ്ക്കയും ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലോട്ട് ഈ തീയലും കറിയും കൂടെ ഒഴിച്ചതാണ്. അപ്പോൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉടനെ അച്ചാർ പരിപാടിയിലേക്ക് കയറി. അപ്പോൾ ഈ ഡേറ്റ്സ് മാത്രമുള്ള അച്ചാർ നമ്മൾക്ക് കേൾക്കുമ്പം ചിന്തിക്കുക അയ്യേ ഫുള്ള് മധുരമായിരിക്കുമല്ലോ എന്ന്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ബിരിയാണിക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഇതാ കുറേയും കൂടെ നല്ലതെന്ന്. നല്ല മധുരം. പൂള് കഴിച്ചിട്ട് പറഞ്ഞു മമ്മി നല്ലതാണ്. അപ്പം ഞാൻ ഒരു വെജിറ്റബിൾസ് അച്ചാറും ഉണ്ടാക്കി. അപ്പം അവനെനിക്ക് ഒരു സജഷൻ തന്നു, മമ്മി ഇതിൻ്റെ അകത്ത് ഇത്തിരി മധുരം കൂടി ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഞാൻ പറയാം എടാ ഞാൻ ചേർക്കും, പക്ഷേ അത് മുന്നിട്ട് നിൽക്കത്തില്ല, അതാ കാര്യമെന്ന്. അവൻ പറഞ്ഞു അതുകൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇനി അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് അവിടെ നിന്ന് പോയി നിന്നിരുന്ന്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പ്രൈസനെ വിളിക്കാനുള്ള സമയമൊക്കെ ആയി. പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പം മഴയും കൂടെ മഴ അല്ലെങ്കിൽ ഞാൻ ആർത്തേലും പറഞ്ഞേനായിരുന്നു. എനിക്കിന്ന് ഇത്തിരി ജോലി കൂടുതലായതുകൊണ്ട്, കാരണം ജോലി കൂടുതലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേനും കുറച്ച് സമയമായി, ആർത്തേലും പറഞ്ഞേനായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് ഞാൻ തന്നെ പോയി അവനെ വിളിച്ചുകൊണ്ട് വന്ന്. അവനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. കാരണം വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ ഇട്ടായിരുന്നു അവൻ്റെ ക്രാഫ്റ്റിൻ്റെ ടീച്ചർ തന്നെ ഇട്ട് ഇത് ഫിനിഷ് ചെയ്യാത്തവരുടെ ഫിനിഷ് ചെയ്തുകൊണ്ട് വരണമെന്ന്. എങ്ങനെ ചെയ്യേണ്ടതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അവരാ ഒരു ഡ്രാഗൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇവൻ ശരിക്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ പിന്നെ പേപ്പർ മാറ്റിയിട്ട് പിന്നെ യൂട്യൂബിലൊന്നും ഈ ഇതുപോലുള്ള പടമില്ലായിരുന്നു, അല്ലാത്ത ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മൾ ഈ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇതിൻ്റെ പുറകെ കുത്തിയിരിക്കുമായിരുന്നു. എനിക്ക് ഡ്രോയിങ് അത്ര വശമില്ല, അവൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഐഡിയാസുകളെല്ലാം പറഞ്ഞ് ചെയ്ത് കൊടുത്തു. പിന്നെ രണ്ടുപേരൂടെ എല്ലാം ചെയ്ത് ഒപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ വൈകിട്ട് ചായയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ചായ വേണമെന്ന് തോന്നിയില്ല, ഒരു കോഫി കുടിക്കാൻ തോന്നി. അങ്ങനെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ഇതിൻ്റെ പുറകെ ഒരു മണിക്കൂറേലും പോയി എല്ലാം നോക്കിയൊക്കെ ചെയ്ത് വന്നപ്പം ഇപ്പോഴാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ പിന്നെ ഇപ്പം പരീക്ഷയും കൂടെ അടുത്തത് കൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. ഇവൻ്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യണം. ഇവൻ്റെ പുറകെ ഇരുന്നാൽ പിന്നെ ചിലരുടെ വീഡിയോകൾ പോലും എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.